കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിലെത്തി ഇരിങ്ങാലക്കുട സ്വദേശി മുരളിയും കുടുംബവും അടങ്ങിയത് ലൈഫ് സെറ്റാക്കി. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ മുരിയാട് പഞ്ചായത്തിലെ താമസക്കാരായ മുരളിയും ഭാര്യ ഷതയും മകൻ സുവിനും സുരക്ഷിതമായി അന്തിയുറങ്ങാൻ ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായിരുന്നു അദാലത്തിലെത്തിയത്. ഭിന്നശേഷിക്കാരനായ മകൻ സുവിന് രോഗം ബാധിച്ച ചികിത്സയിലായിരുന്നതിനാൽ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ അദാലത്തിൽ പങ്കെടുക്കാൻ മുരളിക്കും കുടുംബത്തിനും കഴിഞ്ഞിരുന്നില്ല. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കുന്നംകുളത്ത് നടന്ന അദാലത്തിൽ പങ്കെടുക്കാൻ അക്ഷയ കേന്ദ്രം വഴി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ കുന്നംകുളം ബദനി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അദാലത്തിലെത്തുകയായിരുന്നു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തന്റെ മണ്ഡലത്തിൽ നിന്നെത്തിയ ഇവരെ പ്രത്യേകം പരിഗണിച്ച് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് യാഥാർത്ഥ്യമാക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇരിങ്ങാലക്കുട BRCയിലെ പരിപാടികളിൽ സുവിനെ കണ്ട് പരിചയമുള്ള ഡോക്ടർ ബിന്ദു മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ വില്ലേജിൽ മുരളിക്ക് സ്വന്തമായുള്ള ഭൂമിയിൽ വീടൊരുക്കാൻ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ള മകനെയും കൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടി വന്നെങ്കിലും തങ്ങളുടെ നീണ്ട നാളത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സർക്കാർ ഒപ്പമുണ്ടെന്ന സന്തോഷത്തിലാണ് മുരളിയുടെയും കുടുംബത്തിന്റെയും മടക്കം. ഇവിടെ നമുക്കന്ന് അവിടെ മുകുന്ദപുരം താലൂക്കിൽ അദാലത്ത് വന്നപ്പോൾ മോന് വയ്യാത്ത ഞങ്ങൾക്ക് ഹാജരാവാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് രജിസ്റ്റർ ചെയ്തു തന്നു. അവർ അക്ഷയയിൽ പോയപ്പോൾ ഇങ്ങോട്ട് രജിസ്റ്റർ ചെയ്തു തന്നു. മേഡത്തിന് ഞങ്ങൾ അറിയാവുന്നതാണ്. കാരണം മോൻ ഭിന്നശേഷിയുള്ള കുട്ടിയായ കാരണം ഇരിങ്ങാലക്കുട BRCയിൽ മേഡം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പം നമുക്ക് നല്ല പരിചയമുണ്ട്. മേഡം എല്ലാ ആവശ്യങ്ങൾക്കും അവിടെ വരാറുള്ളതാണ്. അപ്പോൾ മോനെ ഇങ്ങനെ നേരിൽ അറിയാം. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ എന്നെ മനസ്സിലായി. അപ്പോൾ പരിഹാരം ചെയ്തു തരാമെന്നാണ് മേഡം പറഞ്ഞേക്കണത്. 5 സെൻറ്റ് ഭൂമി ഉണ്ട്. അപ്പോൾ നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.